Hello guys, welcome to the second day of our Himalayan vlog. സെക്കൻഡ് ഡേ വെളുപ്പിന് നമ്മളങ്ങനെ 5 മണിക്ക് തന്നെ എണീറ്റ് ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ശ്രീനഗർ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ഇത് ORS ആണ്. ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് ത്രൂ ഔട്ട്. കാരണം ഈ ട്രിപ്പിന്റെ ഇടയിൽ നമ്മുടെ ബോഡിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ ബാഗെല്ലാം ചുമന്ന് പൊക്കോണ്ടിരിക്കുന്നത് ശ്രീനഗറിലെ TRC ബസ് സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ KSRTC ബസ് പോലെ അവിടുത്തെ JKRTC ബസ്സിനാണ് നമ്മൾ ലേയിലേക്ക് പോകുന്നത്. 6:30 ശ്രീനഗർ ടു ലേ ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് ഇല്ല, ഡയറക്റ്റ് ബസ് സ്റ്റേഷനിൽ പോയി തലേദിവസം നൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ശ്രീനഗർ ടു ലേ ടിക്കറ്റ് റേറ്റ് വന്നത് 1200 രൂപയാണ്. ഗായ്സ്, ഇത് ദാൽ ലേക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ നൈറ്റ് വ്യൂ ആണ് കണ്ടത്. ഇതാണ് അതിന്റെ ഒരു ഏർലി മോർണിംഗ് വ്യൂ. അങ്ങനെ ശ്രീനഗർ എന്ന തിരക്കുള്ള സിറ്റിയിൽ നിന്നും നമ്മൾ കുറച്ചും കൂടെ വില്ലേജ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറെ പാടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അഞ്ജിതയും മേരിയും പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ക്യാമറയിൽ നോക്കി വെറുതെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് തല പോയി കമ്പിലടിച്ച ഹാരിഷ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടു, എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ഒരുപാട് ആർമി ട്രക്സും ആർമിക്കാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അറിയാലോ, ബോർഡർ ആണ്. അങ്ങനെ സോനാമാർഗ് എന്ന മനോഹരമായ സ്ഥലത്തോടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. മഞ്ഞ് വീണ മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് സോനാമാർഗിലുള്ള സീഷാൻ റെസ്റ്റോറന്റിലാണ്. നമ്മൾ അവിടുന്ന് കഴിച്ചത് അവിടുത്തെ കാശ്മീരി റൊട്ടി, പിന്നെ ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ഈ കാണുന്ന മട്ടൻ കബാബ് കന്തി എന്നീ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അങ്ങനെ നമ്മൾ സോജില പാസിലെത്തി ബ്ലോക്കിൽ കിടക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് റോഡാണ്. കാരണം ഇവിടെ അപകടങ്ങൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ലാൻഡ് സ്ലൈഡ്സ് പ്രോൺ ഏരിയയാണ്. താഴെ പോയ പിന്നെ പൊടി പോലും കിട്ടത്തില്ല. ലേ വരെ നമ്മുടെ കൂടെ ഈ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. വിയറ്റ്നാംകാരനാണ്, ഒരു വേൾഡ് ട്രാവലർ ആണ്. ഇപ്പൊ നമ്മളെ പോലെ കാശ്മീരൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. മനുഷ്യനാണ് ഇവിടെ ജീവനും കൈപ്പിടിച്ചോണ്ടിരിക്കുമ്പോ പരദേശി പരദേശി പാട്ടിന് വരെ ഇത്ര കൂളായിട്ട് വൈബ് ചെയ്യാൻ രാവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഗൈസ്, ഇനി കുറച്ച് നോളജ് ആവാം. അതായത് ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലെ കാർഗിൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ പാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൗണ്ടൻ പാസ് ആണ് ലഡാക്ക് റീജിയനെ ബാക്കി കാശ്മീർ സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ റോഡ് വിന്റേഴ്സിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ പുറലോകമായിട്ട് വേറെ ബന്ധമൊന്നും കാണില്ല. നമ്മളങ്ങനെ പാസ്സൊക്കെ കഴിഞ്ഞ് മലയൊക്കെ ഇറങ്ങി കുറച്ചും കൂടെ താഴ്വാരത്തെത്തി ഗൈസ്. ഇപ്പൊ ഒരാശ്വാസമായി. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് മീനമാർഗ് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. കണ്ടോ, വെൽക്കം ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി കാർഗിൽ. ഈ സ്ഥലമാണ് കാർഗിലിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ്. അങ്ങനെ ചെക്ക് പോസ്റ്റിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എത്താൻ പോകുന്ന സ്ഥലം ഏതാന്ന് വെച്ചാല് മതായൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വില്ലേജ് ആണ്. കണ്ടില്ലേ, മലയടിവാരത്തുള്ള ഈ വില്ലേജ് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിൽ കാശ്മീരി സംസാരിക്കുന്ന കാശ്മീരി ആൾക്കാർ താമസിക്കുന്ന ആകപ്പാടെയുള്ള സ്ഥലമാണ്. ലഡാക്കില് ബാക്കി ടിബറ്റനും ലഡാക്കി ലാംഗ്വേജും ഒക്കെ അല്ലേ സംസാരിക്കുന്നത്. ഗൈസ്, എവിടെ നോക്കിയാലും മലകൾ, അതിന്റെ താഴ്വാരത്തൊഴുകുന്ന പുഴകൾ, ഇത് തന്നെ കാഴ്ച. ഇതാണ് ഡ്രാസ് എന്ന സ്ഥലം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം, ലഡാക്ക് വെൽക്കംസ് യു ടു ഡ്രാസ്, ദ സെക്കൻഡ് കോൾഡസ്റ്റ് ഇൻഹാബിറ്റഡ് പ്ലേസ് ഇൻ ദ വേൾഡ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ ജനവാസ സ്ഥലം.
ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 3300 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ്. അതുകൊണ്ട് തന്നെ വിന്റേഴ്സിൽ -30°C വരെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാറുണ്ടെന്നാണ് പറയുന്നത്. ഡ്രാസിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ്. ഗൈസ്, നിങ്ങളിത് കണ്ടോ, ഒരുത്തൻ കൈയും തലയൊക്കെ പുറത്തിട്ടോണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും ഇവനും കേൾക്കത്തില്ല. പിന്നെ തല അതുവഴി ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ആർമി ട്രക്കിലൊന്നും ഇരിക്കാഞ്ഞത് ഭാഗ്യം. ഗൈസ്, വീണ്ടും മലകൾ, പുഴകളാണെങ്കിൽ നല്ല നീല കളറിൽ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കാർഗിൽ ടൗണിൽ കൂടെയാണ്. ലഡാക്കിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ടൗൺ ആണ് കാർഗിൽ. പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ലൈൻ ഓഫ് കൺട്രോളിന് അടുത്തായതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കോൺഫ്ലിക്ട്സിന്റെ ഒരു പ്രധാന സ്ഥലമാണ്. എനിവേസ്, ഈ കാർഗിൽ സിറ്റി ലാൻഡ്സ്കേപ്പ് അടിപൊളി കാഴ്ചയാണ്. സോ നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. ഗൈസ്, നമ്മള് ഡ്രൈവർ ചേട്ടന്റെ പരദേശി പാട്ടൊക്കെ കേട്ട് മടുത്തു. സോ നമ്മള് പാട്ട് മാറ്റാൻ വേണ്ടി ഹരീഷിനെ കൊണ്ട് റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചു. ഹരീഷ് അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തു. ചേട്ടൻ എന്തൊക്കെയോ കാര്യമായിട്ട് ഹരീഷിനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം മനസ്സിലായ പോലെ ഹരീഷ് ഹാ വെക്കുന്നുണ്ട്. എന്തരോ എന്തോ. പാട്ട് മാറ്റിയതോടെ ചുരുണ്ടുകൂടിയിരുന്ന എല്ലാരും ഫോമായി, എസ്പെഷ്യലി ശരണ്യ. And some S23 Ultra Plus. വീണ്ടും ഗൈസ്, പുല്ലുപോലെ മുളയ്ക്കാത്ത മലകൾ, പുഴകൾ, മലയുടെ അടിവാരത്തായിട്ട് അവിടെ ഇവിടെ ജനിത്തെറി കിടക്കുന്ന വീടുകൾ. ഇവിടേക്ക് ഇതുപോലെ മലയുടെ മണ്ടയ്ക്കായിട്ട് കുറെ കല്ലും മണ്ണും കൊണ്ട് നാച്ചുറലായിട്ടുണ്ടായ ഓരോ ഡിഫറെന്റ് ഫോർമേഷൻസ് ഒക്കെ കാണാൻ കഴിയും. ഗൈസ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്, ലാമയൂരു അഥവാ മൂൺ ലാൻഡ്. ഈ ഒരു പേര് വരാൻ കാരണം ഈ ഒരു ടെറൈൻ കണ്ടാലേ നമുക്ക് മനസ്സിലാവും മൂണിന്റെ സർഫസ് പോലെയാണ് ഇരിക്കുന്നത്. ഒരു നാച്ചുറൽ വണ്ടർ ആണിത്. നമുക്ക് ചന്ദ്രനിലെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. കുറഞ്ഞത് ഒരു 100 വീടെങ്ങാണ്ട് ഈ റീജിയനിലുള്ളൂ. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ ലഡാക്ക് ടെറിട്ടറിയിലെ തന്നെ ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള അട്രാക്ഷൻ ഈ ലൂണർ ലാൻഡ്സ്കേപ്പും. നേരം സന്ധ്യയെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ലെസ് 3 hours നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ലേയിലെത്തും. സോ ഫൈനലി നമ്മൾ ലേയിലെത്തി. ഇവിടെയുള്ള കേരള ഹൗസ് എന്ന മലയാളികൾ നടത്തുന്ന ഹോം സ്റ്റേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടേക്ക് ഒരു 12 മണിക്കൂറോളം എടുത്തു നമുക്ക് എത്താനായിട്ട് ശ്രീനഗറിൽ നിന്ന്. എല്ലാവരും ബാഗ്സ് ഒക്കെ ഇറക്കി വെച്ച് സെറ്റിലായിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്ത ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അക്ഷയ് മേരിയനെ ബോക്സിംഗ് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി. അക്ഷയ്ക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും അവരവരുടെ റൂമിൽ പോയി കിടന്നുറങ്ങി. സോ ഗൈസ്, സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.